ഇന്നത്തെ പ്രമുഖ പത്രങ്ങൾ എങ്ങനെയൊക്കെയാണ് വാർത്തകൾ കൊടുത്തു നോക്കാം. മാതൃഭൂമിയുടെ മെയിൻ സ്റ്റോറി പൊട്ടലും ചീറ്റലും എന്നാണ് കേട്ടോ. പൊട്ടലും ചീറ്റലും. നമുക്കറിയാം, പതിവിൽ നിന്ന് വിഭിന്നമായി ഏറ്റവും വലിയ പൊട്ടലുണ്ടായത് CPM-ലാണ്. CPM-ൽ നിന്ന് ഒരു വലിയ ഒഴുക്കാണ് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും സമുന്നതരായ പാർട്ടിയിലെ സമുന്നതരായ നേതാക്കൾ ജി സുധാകരൻ മുതൽ ഇങ്ങോട്ടേക്ക് ഏറ്റവും അവസാനം TK ഗോവിന്ദൻ വരെ എന്താ പറയാ, ഏറ്റവും ക്രെഡിബിലിറ്റിയുള്ള CPM-ന്റെ സംശുദ്ധരായ നേതാക്കൾ പുറത്തേക്ക് പോവുകയാണ്. അവരൊക്കെ മത്സരിക്കുകയാണ് CPM-നെതിരെ. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു വൻ പ്രതിസന്ധിയാണ് CPM-നെ കാത്തിരിക്കുന്നത്. അതേസമയത്ത് കോൺഗ്രസിൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പൊട്ടിത്തെറി അല്ല. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് ഇങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ ഇതിനേക്കാളൊക്കെ അപ്പുറമാണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ഈ കോൺഗ്രസിന്റെ നമുക്ക് പൂർവ്വകാല ചരിത്രങ്ങൾ നോക്കിയാൽ മതി. കരുണാകരന്റെയും ആന്റണിയുടെ ഒക്കെ കാലത്ത് എന്താ പറയാ, ഇങ്ങനെയൊന്നല്ല. അതിനേക്കാൾക്ക് അങ്ങേപ്പുറമാണ്. കോലം കത്തിക്കലും ഡൽഹിയിൽ ചർച്ച, അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ചർച്ച, അത് കഴിഞ്ഞിട്ട് കൊച്ചിയിൽ ചർച്ച, അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, എന്നിട്ടും പരിഹാരമാകാതെ തെരഞ്ഞെടുപ്പിന്റെ ഈ പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിവസം വരെ ഇത്തരത്തിലുള്ള തമ്മിൽ തല്ലും തെറിവിളിയും അതൊക്കെ കഴിഞ്ഞിട്ട് നിരനിരയായി പത്രികാ സമർപ്പണം, അത് കഴിഞ്ഞിട്ട് പത്രിക പിൻവലിക്കലിന്റെ ഒരു ദിവസം വരെ പൊട്ടലും ചീറ്റലും കോലം കത്തിക്കലും ആകെ ജഗപുകയായിരിക്കും കേട്ടോ. ഇതാണ് കോൺഗ്രസിന്റെ ഒരു രീതി. ഏതാണ്ട് ആ രീതിയൊക്കെ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുധാകരനെ ഇതുവരെ അന്വയിപ്പിക്കാനായിട്ടില്ല. സുധാകരേട്ടൻ ഇപ്പോൾ ഒരു പത്രസമ്മേളനം വിളിക്കാൻ പോകുന്നു എന്നൊക്കെ കേട്ടത്. എന്തായാലും സുധാകരേട്ടൻ ഗുഡ് ബൈ പറയുന്നു എന്നാണ് ഏറ്റവും അവസാനം നമുക്ക് കിട്ടിയ വാർത്ത. ഏതായാലും പൊട്ടലും ചീറ്റലും എന്നുള്ള സംഭവത്തിൽ മാതൃഭൂമി പറയുന്നത്, ഡൽഹിയിൽ മാരത്തൺ ചർച്ചകൾ 10-ാം ദിവസവും തീരുമാനമായില്ല. സ്ഥാനാർത്ഥി ചർച്ചയിൽ വഴിമുട്ടി കോൺഗ്രസ്. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം നടന്ന് 1 മാസം പിന്നിട്ടിട്ടും 2ാം വട്ട സ്ഥാനാർത്ഥി നിർണയ തീരുമാനം നീളുകയാണ് എന്നുള്ള രീതിയിലാണ് ആ വാർത്ത തുടരുന്നത്. കാരണം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെയൊക്കെ അഭിപ്രായം എന്ന് പറയുന്നത്, CPM ഒരിക്കലും 3ാം തവണ വരില്ല. കാരണം അതിനുള്ള ഒരു സാഹചര്യവും ഇന്ന് കേരളത്തിലില്ല. അത്ര വലിയ ഭരണവിരുദ്ധ വികാരമാണ്. പാർട്ടി ഒരു കേഡർ പാർട്ടി എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് പാർട്ടിയിലെ ബ്രിഗേഡുകൾക്കെതിരെ പാർട്ടിയിലെ സംശുദ്ധരായ നേതാക്കൾ തുറന്നു പറച്ചിലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയും അവർ പാർട്ടി വിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ കൂടി വന്നതോടെ വൻ പ്രതിസന്ധിയിലാണ് CPM അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി. CPM മാത്രമല്ല, CPI-യും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വെറുതെ നിന്നു കൊടുത്താൽ മതി, അതായത് UDF-ന് വെറുതെ നിന്നു കൊടുത്താൽ മതി, ജയിക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് പതുക്കെ സീൻ മാറുകയാണ്. എന്ന് പറഞ്ഞാൽ UDF-നോടുള്ള അതൃപ്തി. കാരണം ഇത്തരത്തിലുള്ള ഒരു വൻ സാധ്യത മുന്നിൽ ഉണ്ടായിട്ട് കൂടി ഇവര് ഈ അധികാര മോഹവും അധികാര ഭ്രമമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അത് മാത്രമല്ല, എന്ന് പറഞ്ഞാൽ എതിരാളിയെ കാലുവാരാൻ അവർ ശ്രമിക്കുന്നത്. ഇനിയിപ്പം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമുക്കറിയാം, വോട്ടെടുപ്പ് ദിവസത്തിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാലുവാരലുകളും അല്ലെ, അതൊക്കെ എന്ന് പറഞ്ഞാൽ അടിയൊഴുക്കുകൾ വളരെ ശക്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും ഇവിടെ UDF അധികാരത്തിൽ വരുള്ളൂ എന്നാണ്. പക്ഷേ മാറി ചിന്തിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ. ഇങ്ങനെ പോയാൽ 3ാം തവണയും കാരണഭൂതം തന്നെ വരുമോ? അതാണ് എല്ലാവരും ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ കണ്ടിട്ട് അവർ പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ള ഒരു ചർച്ച എന്ന് പറയുന്നത് അതാണ്. കാരണം സാധ്യതകൾ മുഴുവനും UDF നശിപ്പിക്കുകയാണ്. അതേ അവസരത്തിൽ BJP-യിൽ ഈ 2 മുന്നണികളിലുള്ള അത്ര അഭിപ്രായ വ്യത്യാസം. പിന്നെ സ്വാഭാവികമായും ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥികളാവാൻ നേരത്തെ തന്നെ ആഗ്രഹിച്ചിരുന്ന ചിലർക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിന്റെ പേരിൽ അവർ ചില എന്താ പറയാ, മുറുമുറുപ്പുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അസ്വാരസ്യങ്ങളൊക്കെ അവർക്കിടയിൽ ഉണ്ടാവും. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ MT രമേശിന് സീറ്റ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഗോപാലകൃഷ്ണന്റെ കാര്യം, അങ്ങനെ ചില കുമ്മനത്തിന്റെ സംഭവം, അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ BJP-യിൽ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ഇത് നമ്മൾ ഒരു കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ LDF UDF-മായി കമ്പയർ ചെയ്യുമ്പോൾ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും BJP-യുടെ ഭാഗത്ത് നിന്ന്. മാത്രമല്ല, BJP ഇപ്പം നേമം പോലുള്ള മണ്ഡലങ്ങളിൽ, അല്ലെങ്കിൽ ആലപ്പുഴ പോലുള്ള മണ്ഡലങ്ങളിൽ, നേമം പോലുള്ള മണ്ഡലങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, വട്ടിയൂർക്കാവില് ശ്രീലേഖ, ഇവരൊക്കെ ഏതാണ്ട് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞതാണ്. മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ. അങ്ങനെ BJP ഒരു വൻ കുതിച്ചുചാട്ടത്തിന് BJP-യും തയ്യാറെടുക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു തൂക്ക് മന്ത്രിസഭ വരികയും അതിൽ BJP ഒരു നിർണായക ശക്തിയായി മാറുകയൊക്കെ
ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ നമുക്ക് തെളിയുന്നത്. ഏതായാലും മാതൃഭൂമിയുടെ ഒന്നാം പേജ് അങ്ങനെയാണ്. വെടിപൊട്ടിക്കുകയാണ് കേട്ടോ. സുധാകരനും നമ്മുടെ അടൂർ പ്രകാശും വെടിപൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ ശിവഗിരി മഠം പോലും ഇടപെട്ടിട്ട് പോലും കോൺഗ്രസ് വഴങ്ങിയില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഗോപീഷിന്റെ മനോഹരമായ ഒരു കാർട്ടൂണാണ്. അതായത് ഞങ്ങളുടെ ചിഹ്നം, അതായത് വെട്ടിപ്പൊട്ടിക്കുകയാണ് സുധാകരേട്ടൻ. അപ്പോഴാണ് അവിടുന്ന് ഇങ്ങേപ്പുറത്തുനിന്ന് KC-യും മറ്റേ VD സതീശനൊക്കെ കൈ രണ്ടും പൊതിക്കുന്നത് എന്ന് പറഞ്ഞതാ ഞങ്ങളുടെ ചിഹ്നം എന്ന് പറഞ്ഞാൽ അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇനി മലയാള മനോരമ നോക്കാം. മലയാള മനോരമയുടെ ഒന്നാം പേജ് ഇതാണ്. തുടർ പ്രഹരം, അതായത് ഇസ്രായേൽ ആക്രമണം, ഇറാൻ ഇന്റലിജൻസ് മന്ത്രിയും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് മനോരമ മെയിൻ സ്റ്റോറി ആക്കിയത്. ഇറാനിലെ വാതകപ്പാടത്ത് ഇസ്രായേൽ ബോംബിട്ടു എന്ന് പറയുന്ന രാഷ്ട്രീയം മെയിൻ സ്റ്റോറി ആക്കിയില്ല. അതിന് പകരം മനോരമ പറയുന്നത് കോൺഗ്രസ് രണ്ടാം പട്ടിക നീളുന്നു, രാഹുൽ ഇടപെട്ടു. കുറച്ച് മയത്തിലാണ് മനോരമ പറയുന്നത്. രാഹുൽ ഇടപെട്ടിരിക്കുന്നു, കോൺഗ്രസ് രണ്ടാം പട്ടിക നീളുന്നു. ഏതാനും മണ്ഡലങ്ങളിലെ പേരുകളിലും MPമാരുടെ മത്സര താല്പര്യത്തിന്റെ കാര്യത്തിലും ഭിന്നാഭിപ്രായം രൂപപ്പെട്ടതോടെ കോൺഗ്രസിലെ ശേഷിക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയിലെ ചർച്ച നീണ്ടു തുടങ്ങിയ ആ രീതിയിലാണ് മനോരമ ഇതിനൊന്ന് എന്താ പറയാ, ഒന്ന് സോഫ്റ്റൻ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് മനോരമ കാണിച്ചിരിക്കുന്നത്. കേരളകൗമുദി ഇങ്ങനെ തുറന്നടിച്ചിരിക്കുകയാണ്. കലഹം മൂത്ത് മുന്നണികൾ LDF-ൽ വിമതർ, UDF-ൽ അസംതൃപ്തർ, BJP-ൽ പടലപ്പിണക്കമെന്നാണ് ഇവര് പറയുന്നത്. ബാലൻസ്ഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ മുന്നണികളിലും പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലാണ് കേരളകൗമുദി പറയുന്നത്. കലഹം മൂത്ത് മുന്നണികൾ. പത്രികാ സമർപ്പണത്തിന് ഇനി 5 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ശ്രീകുമാർ പള്ളിയിലത്തിന്റെ സ്റ്റോറിയാണ്. LDF-ൽ വിമത ശല്യം, UDF-ൽ അസംതൃപ്തർ. ഇതാണ് LDF-ൽ വിമതശല്യമല്ല, ഇത് അങ്ങേപ്പുറത്തെ പൊട്ടിത്തെറിയാണ്. UDF-ൽ അസംതൃപ്തർ, BJP-ൽ പതിവില്ലാത്ത പടലപ്പിണക്കം, ആകെ കുഴഞ്ഞു മറിയുകയാണ് തിരഞ്ഞെടുപ്പ് രംഗം. നാമനിർദ്ദേശക പത്രികാ സമർപ്പണത്തിന് ശേഷിക്കുന്നത് ഇനി 5 ദിവസം, വോട്ടെടുപ്പിനുള്ള ദൂരം 21 ദിവസം. ഇനി അതിനിടയ്ക്ക് കേരളകൗമുദിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോറിയാണ്. ഞാൻ മറ്റു പത്രങ്ങൾ കണ്ടില്ല. PH സനിൽകുമാർ സ്റ്റോറിയാണ്. അതായത് വയനാട് പുനരധിവാസം കേന്ദ്രം 529 കോടി നൽകി. അതായത് കേന്ദ്രം നേരത്തെ തന്നെ വാഗ്ദാനം ചെയ്തിരുന്നല്ലോ 529 കോടി രൂപ വയനാട് പുനരധിവാസത്തിന്. പക്ഷെ അപ്പോഴൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇത് 50 കൊല്ലം കഴിഞ്ഞ് തിരിച്ചടക്കേണ്ടതാണെന്ന്. എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് 529 കോടി രൂപ പലിശയൊന്നും ഇല്ലാത്ത ഒരു വായ്പയാണ്. ഇത് തിരിച്ചടക്കേണ്ടത് 50 വർഷം കഴിഞ്ഞിട്ടാണ്. ഈ 50 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചടക്കേണ്ട കാര്യത്തെക്കുറിച്ച് ഇപ്പോഴെങ്ങനെ ആകുലപ്പെടുന്നത് എന്തിന്? 529 കോടി രൂപ കിട്ടി. അതാണ് ഈ സ്റ്റോറി പറയുന്നത്. സനൽകുമാറിന്റെ ഏറെ വിവാദത്തിനിടയായ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിത മേഖലയിലെ പുനരധിവാസത്തിന് കേന്ദ്ര സർക്കാർ ഒടുവിൽ 529 കോടി കൈമാറി. 529 കോടി രൂപ കൈമാറി. നിങ്ങൾ ആലോചിച്ച് നമ്മുടെ ഈ പുനരധിവാസത്തിന് ഇപ്പോഴും 529 കോടി ആയിട്ടില്ല, ചെലവായിട്ടില്ല. അവിടെ ആകെ ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന 400 വീടുകൾ. ആ 400 വീടുകൾക്ക് ഏതാണ്ട് 100 കോടി, അത്രയേ ഉള്ളൂ. ഇവരുടെ കണക്കനുസരിച്ച് ഏതാണ്ട് 100 കോടി. പിന്നെ ടൗൺഷിപ്പ് മറ്റേ കുറച്ചക്കറം എന്നൊക്കെയാ പറയുന്നത്. പക്ഷേ ഇതിനെല്ലാം കൂടിയും ഇനി ഒരാളെങ്കിലും കൊടുത്തത് 350 കോടിയാണ്. 350 കോടിയുടെയാണ് ഭരണാനുമതി. ഒരു 100 കോടിയുടെ ഒരു പ്രോജക്റ്റാണ് 350 കോടി രൂപ പിണറായി സർക്കാർ വകയിരുത്തത്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗോള അയ്യപ്പ സംഗമം പോലെ 1 കോടിക്ക് താഴെ മാത്രം ചെലവുള്ള ഒരു പദ്ധതിക്കാണ് 11 കോടി അല്ലെ, 11 കോടിയുടെ ഒരു ബില്ലൊക്കെ ഇട്ടത്. അപ്പൊ അതേപോലെ ഈ വയനാട് പുനരധിവാസത്തിൽ ഇവർ നടത്തുന്ന തെണ്ടിത്തരം, ചെറ്റത്തരം ആ പരിപാടിയാണ്. ഇപ്പൊ കേന്ദ്രം 529 കോടി രൂപ കൊടുത്തിരിക്കുന്നു. ശരിക്കും ഈ പണം കൊണ്ട് തീരാവുന്നതിലുള്ള അവിടുത്തെ പ്രശ്നം. അപ്പോഴും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ 770 കോടി രൂപ കിടക്കുകയാണ്. ഏതാണ്ട് ഒരു 2000 കോടി രൂപയോളം കയ്യിൽ വെച്ചിട്ടാണ് ദുരന്തബാധിതരുടെ 2 വർഷമായിട്ടും അവർ തെരുവാധാരമായി കിടക്കുന്നത്. ഒരാൾക്ക് പോലും ഇപ്പോഴാ വീട്ടിലൊന്നും കയറി ചെല്ലാൻ പറ്റിയിട്ടില്ല കേട്ടോ. 100, 110 വീടുകൾ വാസയോഗ്യമാക്കി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും ആയിട്ടില്ല. പണി പൂർത്തിയാവാതെയാണ് ഉദ്ഘാടനമൊക്കെ നടത്തിയത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേരളമതിയിലെ ഒരു വാർത്ത എന്ന് പറയുന്നത്. ഇനി ദേശാഭിമാനിയിൽ പിന്നെ CPM ഒരു പ്രശ്നമില്ല കേട്ടോ. അതായത് LDF-നെതിരെ നുണപ്രചാരണം എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. മുഖ്യമന്ത്രി പറയാണ് LDF-നെതിരെ നുണപ്രചാരണം. നുണ പറയാത്ത ആൾക്കാരും ഏറ്റവും കൂടുതൽ നുണ പറയുന്നത്, കല്ല് വെച്ച നുണ പറയുന്നത് CPM-കാരാണ്. എന്നിട്ട് പറയാണ് CPM-നെതിരെ LDF-നെതിരെ നുണപ്രചാരണം. അതായത് എതിരാളികൾ നേരും നെറിയും ഉപേക്ഷിച്ച് LDF-നെതിരെ കള്ളം പ്രചരിപ്പിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏറ്റവും അവസാനത്തെ കള്ളത്തിൽ എന്ന് പറഞ്ഞാൽ വീണ ജോർജ് ആറന്മുളയിൽ അവരുടെ റോഡ് ഷോ, ഒരു പ്രശ്നമില്ലാതെ കഴുത്തൊക്കെ ഉരുട്ടിയിട്ട് വീണ ജോർജിന്റെ റോഡ് ഷോ കണ്ടാലേ നമ്മൾ അതിശയപ്പെട്ടു പോകും.
രണ്ടാഴ്ച മുമ്പാണ് ഇവന്റെ കഴുത്ത് ഒടിച്ചു, പിരിച്ചു, തിരിച്ചു, മറ്റേ മാരകായുധം കൊണ്ട് ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ICUയിൽ 36 ഡോക്ടർമാരുടെ വക ഭയങ്കര ദീർഘനാൾ റെസ്റ്റ്, ആകെ കുഴപ്പത്തിലാണ്, ഇപ്പം മരിച്ചു പോകും, തീർന്നു പോകുന്നുള്ളൊരു അവസ്ഥയിലേക്ക് ആയിരുന്നു അല്ലേ. എന്നിട്ടാണ് ആ KSCക്കാരെ 18 ദിവസം പിടിച്ചിക്കാണ്ട് അകത്തിട്ടത്. അവസാനം 2 ആഴ്ച കൊണ്ട് കഴുത്തിന് ഒടിയലും ഇല്ല, ചതവും ഇല്ല, പരിക്കും ഇല്ല, ഒന്നുമില്ല. അപ്പൊ നല്ല പയർമണി പോലെ ആ തുള്ളിച്ചാടി നടക്കുന്നത് വീണ ജോർജ്. അപ്പൊ ഒരു കാര്യം, ഇത് ചില ആൾക്കാരൊക്കെ പറയുന്നത് എന്താ പറയുക, കേരളത്തിലെ കേരളത്തിലെ ചികിത്സാ സംവിധാനം അമേരിക്കയിലേക്കാൾ മുന്നിലാണ്. കാരണം ഒടിഞ്ഞു തൂങ്ങിയ കഴുത്ത്, മന്ത്രിയുടെ ഒടിഞ്ഞു തൂങ്ങിയ കഴുത്ത് മണിക്കൂറുകൾക്കകം ഭേദപ്പെട്ടു. നമ്മൾ രോഗശാന്തി ശുശ്രൂഷ എന്നൊക്കെ പറയുന്ന പോലെ ഇനിയാണ് മെഡിക്കൽ കോളേജിൽ, പ്രത്യേകം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കഴുത്ത് തൂങ്ങി, കഴുത്തൊക്കെ 2 കഷ്ണമായ ആൾക്കാർക്കൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ICUയിൽ പ്രവേശിച്ച് കഴിഞ്ഞ് പുലർച്ചയ്ക്ക് തന്നെ ഇവർക്ക് പോകാം, കഴുത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് വീണ ജോർജ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കള്ളത്തരത്തിന്റെ ആസാന്മാരാണ് പറയുന്നത്. എന്താണ് LDF-നെതിരെ നുണപ്രചാരണം അത്രേ. പിന്നെ പിണറായി വിജയന്റെ വാക്കുകളാണ് നമുക്ക് വിശ്വസിക്കേണ്ട. കാരണം പിണറായി വിജയൻ വായ തുറന്നാൽ ഇപ്പം ഇങ്ങനെ പറയുള്ളൂ, കള്ളത്തിനെ പറയുള്ളൂ. പിന്നെ ഇവരുടെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് എന്താണ്, അറുതിയില്ലാതെ കോൺഗ്രസ് പ്രതിസന്ധി, വിമതപ്പട കൂട്ടരാജി. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 3-ാം ദിവസവും സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായില്ല. കുട്ടനാട് സീറ്റ് വിറ്റതിൽ പ്രതിഷേധിച്ച് DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫും ജനറൽ സെക്രട്ടറി K ഗോപകുമാറും രാജിവെച്ചു. VD സതീശൻ, വേണുഗോപാൽ പക്ഷങ്ങൾ നേർക്കുനേർ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാഭാവികമായും അവിടുത്തെ അടികളെ കുറിച്ച് ദേശാഭിമാനിക്ക് ഇങ്ങനെയൊക്കെ പറയാം. പക്ഷെ അവരുടെ ക്യാമ്പിലെ പൊട്ടിത്തെറിയെ കുറിച്ച് എന്ന് പറയാൻ മൂട്ടിന് തീപിടിക്കുമ്പോഴും ഇവരിങ്ങനെ അവിടതാ ചെറിയ പടകം പൊട്ടുന്നു, അവിടെ കോമ്പലപ്പടകം അമിട്ടും കോമ്പലപ്പടകവും ഈ എന്താ പറയുക ഗുണ്ടുകളും പൊട്ടിയാകെ ചിതറുമ്പോഴാണ് അവർ പറയുന്നത് അവിടതാ എന്തൊരു പൂത്തിരി കത്തുന്നു, അവിടതാ എന്തൊരു പടകം പൊട്ടുന്നു എന്നൊക്കെ പറയുന്ന CPM-കാരുടെ കുതന്ത്രങ്ങൾ. അപ്പൊ ഇത്രയുമാണ് ഇന്ന് വ്യത്യസ്ത പത്രങ്ങളുടെ 1-ാം പേജ് കാണുന്നത്. നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഇനി എന്താണ് സുധാകരേട്ടന്റെ പ്ലാൻ. സുധാകരേട്ടൻ ഇനി BJP-യിലേക്ക് പോവുകയാണോ, അതല്ല സ്വന്തം പാർട്ടി രൂപീകരിക്കുകയാണോ, അതല്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ പോവുകയാണോ എന്നൊക്കെ അറിയാൻ എല്ലാവരും താല്പര്യമുണ്ടാവും. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പത്രസമ്മേളനം നടത്താൻ പോവുകയാണെന്നൊക്കെ കേൾക്കുന്നു. ഏതായാലും അക്കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.